മുംബൈയിൽ നിന്ന് പറന്നുയർന്നു. റേസിൽ ചരിത്ര നേട്ടവുമായി തിരൂരിലെ പ്രാവുകൾ. 1000 കിലോമീറ്റർ പ്രാവ് പറത്തൽ മത്സരത്തിലാണ് തിരൂർ നടുവിലങ്ങാടി സ്വദേശി ഷാനവാസ് 1ഉം 2ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കിയത്. വെല്ലുവിളികൾ നിറഞ്ഞ ആകാശപാതയിലൂടെ പറന്ന ഷാനവാസിന്റെ പ്രാവുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയക്രമത്തിലാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ആകാശസീമകൾ കീഴടക്കി മുംബൈയിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ തിരൂരിൻ്റെ മണ്ണിൽ വിജയക്കൊടി പാറിച്ചു. മലബാർ റേസിംഗ് പിജിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ച 1000 കിലോമീറ്റർ പ്രാവ് പറത്തൽ മത്സരത്തിലാണ് തിരു നടുവിലങ്ങാടി സ്വദേശി ഷാനവാസ് 1ഉം 2ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കിയത്. വെല്ലുവിളികൾ നിറഞ്ഞ ആകാശപാതയിലൂടെ പറന്ന നവാസിന്റെ പ്രാവുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയക്രമത്തിലാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. തിരൂർ നടുവിലങ്ങാടിയിലെ പ്രിയ ഗാർഡൻ നഴ്സറിയിലെ മുഹമ്മദ് ഉമ്മയ്യക്കുട്ടി ദമ്പതികളുടെ മകനായ ഷാനവാസിനും കുടുംബത്തിനും ഇത് ഇരട്ടി മധുരമുള്ള വിജയമാണ്. തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ക്ലബ്ബുകൾ സംയുക്തമായി നടത്തിയ ഈ മത്സരത്തിൽ 19ഓളം പ്രാവ് വളർത്തൽ പ്രേമികളാണ് പങ്കെടുത്തത്. മുംബൈയിലെ കുഡൂസ് എന്ന സ്ഥലത്തു നിന്നാണ് മത്സരത്തിനായി പ്രാവുകളെ തുറന്നുവിട്ടത്. ഫെബ്രുവരി 19 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് മുംബൈയിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ രണ്ടാം ദിവസം, അതായത് ഫെബ്രുവരി 20 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:58 തന്നെ തിരൂരിലെ ഷാനവാസിന്റെ വീട്ടിൽ തിരിച്ചെത്തി. കേരളത്തിലെ നിലവിലുള്ള ഏറ്റവും വേഗതയേറിയ സെക്കൻഡ് ഡേ റെക്കോർഡുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. പ്രാവുകളുടെ കാലിൽ ഘടിപ്പിച്ച പ്രത്യേക ടാഗുകൾ സ്കാൻ ചെയ്ത് മൊബൈൽ ആപ്പ് വഴിയാണ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയത്. 2018 മുതൽ പ്രാവുകളെ പരിശീലിപ്പിക്കുന്നതിൽ സജീവമായ ഷാനവാസ് തന്റെ കഠിന പരിശ്രമത്തിനുള്ള അംഗീകാരമായാണ് ഈ വിജയത്തെ കാണുന്നത്. 5 വർഷത്തോളമായി ഇപ്പോൾ റേസിംഗ് ഹോമർ എന്ന് പറഞ്ഞ പ്രാവാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ് റേസിൽ പങ്കെടുത്തുള്ളത്. ഇതിന് മുമ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 2022 തൊട്ടിട്ട് റേസിന് പങ്കെടുത്തിട്ടുണ്ട്. 22, 2023, 2024, 25, 26, അതായത് ഇപ്പോൾ ഈ വർഷം 1000 കിലോമീറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. 1000 കിലോമീറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് പ്രാവുകളെ റേസിന് പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെലോസിറ്റിയിൽ, അതായത് സെക്കൻഡ് ഡേ പ്രാവിനെ വിട്ട് 2ാം ദിവസം തന്നെ നേരത്തെ തന്നെ പ്രാവുകൾ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. ഭാര്യ സുഹ്റയും മക്കളായ മുഹമ്മദ് ഷയാൻ, മുഹമ്മദ് ഷഹീൻ, മുഹമ്മദ് ഷദിൻ എന്നിവരും നവാസിന്റെ ഈ വിനോദത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. അപ്പം നമ്മൾ റേസിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫാൽക്കൺ അറ്റാക്ക് എന്ന് പറയും, അപകടങ്ങൾ സംഭവിക്കുക. അതായത് ഫാൽക്കൺ അടിച്ചിട്ട് ചത്തുവോ അല്ലെങ്കിൽ മുറിവൊക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലുതായിട്ട് പറയാനൊന്നിട്ടൊന്നുമില്ല. ചെറിയ പരിക്കുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ സുഖപ്പെടുത്തിയെടുക്കും. ഇപ്പോൾ നമ്മളെ ക്ലബ്ബിൽ ഇപ്പോൾ 1000 കിലോമീറ്റർ വരെയാണ് എല്ലാ ക്ലബ്ബുകളും ചെയ്യുന്നത്. കേരളത്തിലുള്ള എല്ലാ ക്ലബ്ബുകളും ചെയ്യുന്നത് 1000 കിലോമീറ്റർ വരെയാണ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് എല്ലാവരും. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ 1300 അല്ലെങ്കിൽ 1500 ചെയ്യണം. അപ്പോൾ അതിന് ബേഡുകൾ റിട്ടേൺ വരണം. അപ്പോൾ നമ്മൾ 1000 കിലോമീറ്ററിന് പറത്തിയ ബേഡുകൾ തിരിച്ച് വന്നാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ബേഡുകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട്. താനാളൂർ, മങ്കട എന്നിവിടങ്ങളിലെ പ്രാവുകളാണ് മത്സരത്തിൽ 3ഉം 4ഉം സ്ഥാനങ്ങൾ നേടിയത്.